ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഡേ 4 ആയിരുന്നു. അപ്പർ ബോഡിയാണ് ചെയ്ത്. അപ്പർ ബോഡി ഫുള്ള് കംപ്ലീറ്റ് ആക്കി, ലാസ്റ്റ് വർക്കൗട്ട് കംപ്ലീറ്റ് ആക്കി. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വെയിറ്റ് ഗെയിൻ ആണ്. വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർ പറയുന്നത് ഞാൻ കൂടുതൽ ആഹാരം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയ്ക്ക് കുടിക്കുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കാണുന്ന മാസ്കയും ഷെയ്ക്കുകൾ ഞാൻ ഒരുപാട് കഴിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെയാണോ പ്രോപ്പർ രീതി? അല്ല എന്നുള്ളതാണ് വാസ്തവം. കാര്യം നമുക്ക് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ആൾക്കാർ വെയിറ്റ് ലോസ് ആൻഡ് വെയിറ്റ് ഗെയിൻ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. മസിൽ ഗെയിൻ ആണ് ചെയ്യേണ്ടത്, ഫാറ്റ് ലോസ് ആണ് ചെയ്യേണ്ടത്. വിത്തൗട്ട് വേ പ്രോട്ടീൻ മാസ്കിങ് ഷേക്ക് ഒരു വേസ്റ്റ്ലെസ് ആണ്, അല്ലെങ്കിൽ ഫാറ്റ് ഗെയിൻ ഷേക്ക് മാത്രമാണ്. അതിനകത്ത് കൂടുതലും നിങ്ങളെ നോക്കിയാൽ മതി, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഫാറ്റും കാർബും മാത്രമായിരിക്കും. അതിന്റെ പ്രോട്ടീന്റെ കണ്ടന്റ് വളരെ കുറവാണ് വിത്തൗട്ട് വേ പ്രോട്ടീൻ. വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ പ്രോപ്പർ രീതിയിൽ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുക. എങ്ങനെയാണ് പ്രോപ്പർ രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അത് മാക്സിമം സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾക്ക് നല്ല റിസൾട്ടും കിട്ടുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ മസിൽ ഗ്രോത്ത്, നിങ്ങളുടെ ബോഡി ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ ഇരുന്ന സെയിം KG തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നെങ്കിലും നിങ്ങളുടെ ബോഡിയിലെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും. സെക്കൻഡ്, നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് പ്രോട്ടീൻ ആയിരിക്കണം. ഫസ്റ്റ് നിങ്ങൾ 1.2 ഗ്രാം അല്ലെങ്കിൽ 1.5 ഗ്രാം വരെ പ്രോട്ടീൻ ബോഡി വെയിറ്റ് ആഡ് ചെയ്യാൻ നോക്കുക വർക്കൗട്ടിനത്. അത് ഈ മാക്സിമം കംപ്ലീറ്റ് പ്രോട്ടീൻ തന്നെ ആഡ് ചെയ്യാൻ നോക്കാം. എഗ്ഗ്, ഫിഷ്, ചിക്കൻ, ബീഫ്. നിങ്ങൾ എത്ര വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സാധനമാണ് മാസ്ക് ഗെയിനർ. നിങ്ങൾ ഇത്രയും എമൗണ്ട് മുടക്കി മാസ്ക് ഗെയിനർ മേടിക്കേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ഒരു ജനറലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇത് പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഗേൾസിലും മെൻസിലും ഇത് ഡിഫറെന്റ് ആണ്. MR, നീറ്റ് എന്നിങ്ങനെ കാര്യങ്ങൾ ആസ്പദമാക്കിയായിരിക്കുന്നത്. അതെല്ലാം വെച്ചിട്ട് വേണം നിങ്ങളൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ. നിങ്ങൾ മാക്സിമം പ്രോട്ടീൻ്റെ കൂടുതൽ എടുക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.